നിനക്ക് സിസ്റ്റർ ആരെ സത്യം പറയാ പെങ്ങളെ നിങ്ങൾ അമ്മി വിവാഹം കഴിഞ്ഞാണോ? വീട്ടിലറിയാവോ? പിന്നെ വീട്ടില് ഹലോ മച്ചമാരെ, പുതിയൊരു എപ്പിസോഡ് സ്വാഗതം മച്ചമാരെ. നമ്മളിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്താണ്, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്താണ് നിൽക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഒരു കിടിലൊരു അഭിഹിതം ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ആർട്ടിസ്റ്റായ ശ്രുതിയുണ്ട്. ഇന്ന് നമുക്ക് ഇത്രയും നല്ലൊരു ലൊക്കേഷൻ നമുക്ക് സെറ്റാക്കി തന്ന തട്ക എന്ന് പറയുന്ന കടയാണ്. രാഹുലേട്ടന് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഇന്ന് ഈ ലൊക്കേഷൻ നമുക്ക് സെറ്റാക്കി തന്നതിന്. നല്ല സെറ്റ് ആംബിയൻസും ഞാൻ ഇവിടുന്ന് ഫുഡും കഴിച്ച് അടിപൊളി ഫുഡുമാണ് മച്ചമാരെ. ട്രിവാൻഡ്രത്തുള്ളവരും അല്ലാതെ വരുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഷിബു എന്ന് പറയുന്നൊരു ബ്രോ, നമുക്ക് പുള്ളിക്കാരൻ്റെ വൈഫിനെ പറ്റിക്കാണ് തന്നേക്കുന്നത്. പിന്നെ ഇന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം മച്ചമാരെ, ക്യാമറയിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ എല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ ആൽഫിനല്ല ഇന്ന് ക്യാമറ ചെയ്യുന്നത്, പകരം ഇന്ന് പുതിയ പയ്യന്മാരാണ്. കാരണം ആൽഫിന് വരുന്ന വഴിക്ക് അസുഖം ഉണ്ടായി, ആശുപത്രിയിൽ അഡ്മിറ്റാണ് ആൽഫിൻ. അത് കാരണം നമ്മൾ വളരെ ലേറ്റായി. ലൊക്കേഷൻ തന്നെ നമ്മൾ പടപടപടാന്ന് ചെയ്തതാണ്. ക്യാമറയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആദ്യമായിട്ട് ക്യാമറ പിടിക്കുന്ന പയ്യന്മാരാണ് ക്യാമറയുടെ പുറകിൽ. രണ്ടാമത്തെ ഇഷ്യൂ, നമ്മൾ പബ്ലിക് പ്ലേസിലാണ് ഇന്ന് ഈ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് സ്ഥലത്താണ്. എത്രത്തോളം റിയാക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം അവർ തരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനില്ല. ഈ ലൊക്കേഷൻ പെട്ടെന്ന് സെറ്റ് ചെയ്തു, ക്യാമറയുടെ ഒരു ഇഷ്യൂ, എല്ലാം കൊണ്ട് ഇഷ്യൂസിൽ നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഈ വീഡിയോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മച്ചാൻ പറയാം, ചെയ്യുന്ന എല്ലാം സക്സസ് ആവണമെന്നില്ല. ചില ടൈമിൽ എന്തെങ്കിലും ഫ്ലോപ്പ് ആയാലും നിങ്ങൾ വേണം എൻ്റെ കൂടെ നിൽക്കാൻ, സപ്പോർട്ട് തരാൻ അല്ലേ. എല്ലാവരും നമുക്കൊന്ന് കളിച്ചു നോക്കാം അല്ലേ. അപ്പോൾ മച്ചാൻ പറയാം, കൂടുതലായിട്ട് പറയുന്നില്ല. ഡേയ് ട്രൈപോഡ് എടുത്ത് വെക്കടാ വാ നമുക്ക്. അപ്പോൾ എന്തായാലും മച്ചാൻ പറയാം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡേയ് എവിടാ? നീ എപ്പോ ദുബായിലെ പോന്ന്? എന്താണ്? ഓ ഇരി എടാ. ഞാൻ ഹായ് ഹലോ എടാ, എന്തുവാടാ അളിയ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. കിട്ടിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താണ്? വെയിറ്റ് വാഷ്റൂമിൽ പോയി നിൽക്കും. വരും, ഞങ്ങൾക്ക് മീറ്റിംഗ് ആടാ ഇന്ന്. നമ്മുടെ കമ്പനി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കമ്പനി മീറ്റിംഗ്. ഓ ഇത് രാഹുലിനെ അറിയത്തില്ലേ? അന്ന് എൻ്റെ കൂടെ കണ്ട രാഹുലിൻ്റെ കടയത്. വെയിറ്റ് ഞാൻ വിളിച്ചില്ല. ഇങ്ങോട്ട് വന്നേ. എത്ര നാളെ ഞാൻ വിളിക്കുന്ന, എന്താ ഫോൺ എടുക്കാത്തെ? കണ്ടിട്ടെന്തൊരു സന്തോഷമില്ലാത്തെ? ഇതാരാ? പെങ്ങളാണോ? ആരാണ്? സിസ്റ്റർ അല്ലേ? തനിക്ക് എന്നെ കണ്ടു സന്തോഷമില്ലാത്തെ? പിന്നെ അങ്ങോട്ട് പോണ എന്തിനാ? ഇങ്ങോട്ട് വന്ന് അടുത്ത് സംസാരിക്കേ. അൺഎക്സ്പെക്ടഡ് ആയി പോയിട്ടാ ഞാൻ വിളിക്കുന്നുണ്ടപ്പോ. ശരിക്കും ഞങ്ങളിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് പെങ്ങളെ. ഞങ്ങൾക്ക് സെമിനാറാണ് നാളെ. വന്നപ്പം ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് വന്നതാണ്. ഫ്രണ്ട് ഷോപ്പാണ് ഇവിടെ അടുത്ത് തന്നെയാണ്, ഹൗസിംഗ് ബോർഡിലാണ് നമുക്ക് നാളെ ഒരു വർക്കൊക്കെ ഉള്ളത്. അപ്പം ഞാൻ യവനെ വിളിച്ചിട്ട് കിട്ടണ്ടേ അളിയ, ഞാൻ ദുബായി പോയിട്ട് വരും, നിനക്ക് സ്കോച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞു പോയവനാണ് ഈ അവൻ. ഒരിക്കലും വിചാരിച്ചില്ല. നമ്പർ മാറി. നമ്പർ എന്നെ നമ്മളെ തമ്മിലുള്ള ബന്ധം അറിയത്തില്ല നിങ്ങൾക്ക്? പെങ്ങളോ ഇങ്ങനെ എനിക്കറിയില്ല. സിസ്റ്ററാണോ? നീ ചോദിച്ച അവരുടെ അടുത്ത് സിസ്റ്ററാണോ? ചെറിയൊരു ബന്ധം, ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചു പറഞ്ഞിട്ടില്ല. മെയിൻലി വീട്ടിൽ ചെന്ന് സീനാക്കല്ലേടാ. കാര്യം ഇവൻ വീട്ടുകാരുടെ അടുത്തൊന്നും പറയാതാണ് വന്നത്. എന്തൊരു ലൈനടിയാന്നറിയാം. ലൈനടി എന്ന് പറഞ്ഞാൽ നോർമലൊന്നും അല്ല. നേരത്തെ എൻ്റെ കൂടെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്തിരുന്ന. ദുബായിൽ നിന്നെങ്ങാണ്ട് പറന്ന് ഇവൻ വന്നില്ലായിരുന്ന. ആരെ കാണാനാ? കൊച്ചിനെ കാണാൻ വന്ന്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര സങ്കടം പറഞ്ഞു. ഇവർ തമ്മിൽ എടാ വീട്ടിൽ പ്രശ്നമാണ്, കൊണ്ടുപോകാൻ പറ്റൂല, എങ്ങനെയെങ്കിലും നീ
സിറ്റി അങ്ങനെ അവിടെ വുമൻസ് ഹോസ്റ്റലിൽ നിന്നെയായിരുന്നു ഇവര്. ഓ നീ ഇവ എത്ര ദിവസമായി വന്നിട്ട്? 2-3 മാസം. 2-3 മാസോ? അതെന്തുവാ പച്ചാമരെ വീട് ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇരടി എന്താ നമ്പർ മാറ്റിയെന്താ? വെറുതെ മാറ്റണമെന്ന് തോന്നി. ഞാനോ ആന്നോ എന്തെങ്കിലൊക്കെ സംസാരിക്കുന്നത്? എന്തോ പ്രശ്നം? എന്തോ ഞങ്ങള് പ്രശ്നമൊന്നുമില്ല. എല്ലാം പോയില്ലേ? എന്തോ എന്തി പറയണേ? സത്യം ഇവൻ എന്തോ എടാ എന്താടാ പ്രശ്നം? എന്തടാ എടാ വീട്ടിൽ അറിഞ്ഞാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ മാനേജർ സാറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം സംസാരിച്ചല്ലോ. എടാ മാനേജർ സാറിനെ കൊണ്ടുവന്ന് സംസാരിക്കാം. വീട്ടിൽ നമുക്ക് സമ്മതിപ്പിക്കാം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എടാ ഇവക്കിപ്പം പ്രൊമോഷൻ ആവാറായി. എന്തുവാണ് അങ്ങനെ സംസാരിക്കുന്നേ? എടാ നീയാണോ വന്നിട്ട് എൻ്റെ അടുത്ത് ഇവന് നിങ്ങൾ അങ്ങനെയല്ല എന്റെ പുറകെ നടന്നിരുന്നത്. നീരുന്നേ ഇത് എന്റെ പെങ്ങളെ പോലെ കണ്ടേക്കുന്ന ഒരു പെങ്കൊച്ചല്ലേ? നീ എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പൊ? എടാ ഞാനായിട്ട് ഉറ്റ കൂട്ടുകാരനായിട്ട് ഇവൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞാണ് എടാ അത് പാവ പിടിച്ച കൊച്ചാണ്, ഇത് ഒരു അനാഥ കൊച്ചാണ്, ഇവള് ഓർഫനേജിൽ വളർന്നതാണ്. ഞങ്ങള് അങ്ങനെ പരിചയപ്പെട്ട് എന്നെ അവള് ഓർഫനേജിലല്ലേ വളർന്നു അല്ലേ? അവള് ആകപ്പാടെ ഒരു അമ്മാവനുണ്ട്. ഇവളെ കൊണ്ട് അനാഥാലയത്തിൽ കളഞ്ഞിട്ട് പോയല്ലേ അയാള്. എൻ്റെ പൊന്നു മകളെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിൽക്കുന്ന നിപ്പിൽ ഇവൻ ദുബായിൽ നിന്ന് ചാടിക്കയറി ഇവളെ കാണാൻ വന്നത്. എന്നിട്ട് ഇവ അവിടെ ഓരോ വട്ടം വരുമ്പോഴും ഇവ ഇങ്ങനൊന്നും അല്ല. ഞാൻ നോക്കും ഞാൻ തന്നെ അളി എന്തെന്ന് പറഞ്ഞാൽ ഇവ എന്നെ കെട്ടി പിടിച്ചിട്ട് ഇവളെ തൂക്കി പിടിച്ച് കറക്കുന്ന ഒരു തന്നെ പഞ്ച പാവത്തിനെ പോലെ സംസാരിക്കുന്ന ഒരു ചെറുക്കൻ. നീ ഒന്നും വേണ്ട. നീ എന്താ വേണമെന്ന് ഇപ്പൊ അടുത്ത മാസം അവളിവിടെ വരും. അതിനു മുമ്പ് നീ അവിടെ നിന്ന് അവളെ വിളിച്ചോണ്ട് വരണ്ടേ? എടാ കാര്യം പറയടാ. എടാ നീ ഇവളെ രജിസ്റ്റർ ജ്യൂസ് കുടിക്ക്. എടാ ഞാനൊരു കാര്യം ചോദിക്കണം. നീ എത്ര നാള് വീട്ടുകാരെ പേടിച്ച് മറച്ചു വെച്ച്? നീ തന്നെ പറ. എനിക്കൊന്ന് പെങ്ങളിരിക്കുന്നോണ്ടുള്ള ഇതാന്ന് തോന്നുന്നു. അവരറിഞ്ഞല്ലോ. പിന്നെ എന്ത് ഇനിയിപ്പോ എന്ത്? പിന്നെ ഇനി എന്റെ പൊന്നു ഞങ്ങളെ ഇവനെന്തോ പ്രശ്നം എന്തോ? അല്ലെ ഇവനിങ്ങനെ ഒരുമാതിരി ഇല്ല സൈക്കോ പയ്യന്മാരാണെങ്കിൽ ഇവൻ ഒരുമാതിരി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ. ഇവൻ സ്വഭാവം ഇങ്ങനൊന്നും അല്ല. എന്തുവാ എടാ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പറ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാം. പറ. എനിക്കറിയത്തില്ല. നിനക്ക് സിസ്റ്റർ ആരെ? സത്യം പറയാ പെങ്ങളെ, നിങ്ങൾ തമ്മി വിവാഹം കഴിഞ്ഞാണോ? വീട്ടിലറിയാവോ? പിന്നെ വീട്ടില് 6 വർഷോ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വന്നത് നിന്റെ അടുത്ത്. താനെന്നെ പറ്റിക്കുവായിരുന്നല്ലേ? ഇച്ചുന് സമാധാനമല്ല. അതെന്റെ തെറ്റല്ല. ഒരാളെ ഇതിന് ഇന്ന് നമ്മൾ പരിഹാരം കാണും. അല്ലാണ്ട് ഇയാൾ ഇവിടെ ഞാൻ വിടത്തില്ല. ഒരു പെണ്ണിനെ സ്നേഹിച്ച് തന്റെ പെണ്ണൊക്കെയാണ് ഈ അവസ്ഥ. താൻ എന്ത് ചെയ്യണോ? ശരി ഇത്രയ്ക്ക് വൃത്തിയായിട്ട് അവനെയാണല്ലോ ഞാൻ. അത് നിങ്ങളെ ഇവന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? അമ്മ,
അനിയൻ ചേച്ചി അനിയനും ചേച്ചിയൊക്കെ ഉണ്ടോ? ഞങ്ങള് കേസ് കൊടുക്കാൻ പോവാം. നിനക്ക് പാവം പിടിച്ചവരെ എന്തിനാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പെടുത്തിയത്? എന്തിനു പറ്റിച്ച്? നീ അവിടെ ഇരുന്ന്. ഞാൻ അപ്പുറത്തിരുന്നോ? അവിടെ ഇരുന്നോ? അല്ല അവിടെ ഇരുന്നോ? എൻ്റെ അടുത്തിരുന്നോ? നിന്നെ എന്തിനാണ് ഇവിടെ കെട്ടിയെടുത്തത് ഇപ്പോ? ഇവിടെ എന്തോ നീ മിണ്ടാതിരിക്ക. നീ പോ. ஓ நீங்க தமிழா? ஆமா அப்படி நான் என் அம்மாவோட ஊரு தென்காசி பக்கம். ஓ நான் அப்பா வந்து பெங்காலி, அம்மா வந்து மங்கோலி, நான் வந்து மலையாளி, இவன் ஏற்பாளி. നീ എന്റെ അടുത്ത് டேய் நீ மூடுறாவா? நீ மூடு. எவ இப்படி எல்லாம் பண்ற நீ நினைச்சு கூட பார்க்கல. எவ என்ன மாதிரி இப்படி எல்லாம் பண்ற? ஏன் எதுக்கு? ഫോൺ എടുത്തോണ്ട് പോறது പാക്കുവേ. ஆமா ഒരു ഇടയ്ക്കൊക്കെ കന്നഡ വിളി മൊബൈലിൽ കുത്തി 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 ഫുൾ ടൈം ഇത് കാണില്ല. கன்னடா? കന്നഡ പോകെ ஓ கனடாவுக்கு போகிறதுக்காக கொஞ்சம் நில்லு. அப்படி குறை வருஷம் இருந்தது. அப்படி அதுக்கப்புறம் எனக்கு இது இஷ்டமே இல்லை இந்த ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നതും വിളിച്ചിരിക്കുന്നതും. കേസ് വാഷ് ഇത് പ്രശ്നങ്ങൾ പോയാ പിന്നെയും പിന്നെ പ്രശ്നം കൂടിയിരിക്കുന്നതെല്ലാം ഒന്നും ചേച്ചി ഇല്ലെങ്കിൽ ഇയാൾ ഇനിയും മുതൽ കിറക്കാണ്. அப்படியா? ഇല്ലെങ്കിൽ ഇനി ഇയാൾ ഇതുപോലെ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോലെ ആരുണ്ട്? പോട്ട് അവരെ കൂടെ ലാസ്റ്റ് അടങ്ങോട്ട് പോട്ടെ. അപ്പൊ ചേച്ചി ഇന്നിപ്പോ വീട്ടിൽ പോയി ഒറ്റയ്ക്കല്ലേ നിക്കാൻ പോണ? ചേട്ടാ ഇവരമ്മ ഉണ്ട്. ഉണ്ട്. ഞാൻ വരണോ വീട്ടില്? പിന്നെ കുപ്പിയിടും അണ്ണ ഇറങ്ങട്ടെ. ശരി ചുമ്മാ പ്രശ്നങ്ങൾ കേസൊക്കെ പോയാ പിന്നെയും പ്രശ്നം കൂടിയിരിക്കണല്ലോ, ഒന്നും കുറയില്ല. പിന്നെ കുറച്ച് കൊട്ടേഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കൂടുതൽ പോകാതെ വാ പറഞ്ഞെങ്കിൽ. എന്റെ പൊന്നുമങ്ങളെ, ഞാൻ ഇതുവരെ പെങ്ങളുടെ വിഷമം കണ്ടിട്ട് ഞാൻ പറയായിരുന്നു. ഇവ കൊച്ചിന്ന് ഇവന് എന്തിനാണ് അവിടുന്ന് പോയെന്നറിയോ? ഇവ അവിടുത്തെ ഒരു വലിയ ടീമുമായിട്ട്, അതാണ് ഇവൻ പറഞ്ഞത്, കൊട്ടേഷൻ കാര്യം തന്ന് ഒരു ടീമുമായിട്ട് ഒരു മുട്ടി. നമ്മൾ അവരുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ് എത്ര രൂപ കൊടുത്തിട്ടാണ് ഇവനെ ഊരി എടുത്തെന്നറിയോ? ഇവൻ്റെ പുറകെ ഇവൻ്റെ കഴുത്തിറക്കാൻ ആൾക്കാർ നടക്കും. ആ ടീമിലെ മെയിനൊരു അണ്ണനുണ്ട്, ഒരു ചേട്ടൻ്റെ വൈഫിൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് ഇവ പെരുമാറി മോളിൽ വെച്ച്. അതാണ് കേസ്. ഇവ തട്ടോ മുട്ടോ എന്തോ പറഞ്ഞു. നീ മിണ്ടാതെ. അണ്ണ ശരി ഇറങ്ങട്ടാ. കേസ് പ്രശ്നമൊക്കെ പോയോണ്ടിരിക്കണം, അതുകൊണ്ട് ഒന്നും വേണ്ട, അതങ്ങനെ പോട്ടെ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. വട്ടം ചേട്ടൻ ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുള്ളത് ചേട്ടന്റെ കൂട്ടുകൂടിയാണ് ഇങ്ങനെ ഒന്നിനെ ഞാൻ എടുത്തെടുത്ത്. അപ്പോ ഇയാളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, കണ്ടില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ മകളെ, ഇവ അവിടെ വന്ന് ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തല്ലോ, അതിന് പയ്യാണ് ഇവൻ്റെ സ്വഭാവം മാറി തുടങ്ങിയത്. ഇവൻ പിന്നെ പല സമയത്തും ഒരിക്കലും നമുക്കറിയാവുന്ന പയ്യന്മാരാണ്, എന്നാൽ പോലും നമ്മുടെ റൂമിൽ വന്നിരുന്ന ഒരു ദിവസം മയക്കുമരുന്നുണ്ടല്ലോ, മെത്തെന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് ഇവനും ആ പയ്യന്മാരോട്. അപ്പം ഞാനവിടെ ഇല്ല, ഇവളവിടെ ഉണ്ട്. ഇവള് പേടിച്ചിട്ട് എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു, എടാ ഇത് നിൻ്റെ ഭാര്യയല്ലേ ഇരിക്കണേ, അവളെ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ട് ഇവന്മാർ ഇത് അടിച്ച് തിരിഞ്ഞിട്ട് അവളെ കയറി പിടിക്കുകയോ നീ എന്ത് ചെയ്യുന്നു? അതെന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള സാധനങ്ങളല്ലേ യൂസ് ചെയ്യുന്നത്. മയക്കുമരുന്ന്, കഞ്ചാവ്, സ്ത്രീകൾ, ഇതൊക്കെ ഞാൻ എറണാകുളത്ത് വന്ന് ഇങ്ങനെ പെട്ടുപോകുന്ന പയ്യന്മാർ. അങ്ങനെ പെട്ടുപോയെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഉപദേശിച്ച് ചെറിയൊരു കൗൺസിലിംഗ് അവിടെ ഒരാളുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി ഞാൻ കാണിച്ചതാണ്. അപ്പോഴൊക്കെ ഇവൻ ചിരിച്ച് കളിച്ച് ഇരുന്നപ്പോഴാണ് ഈ അവിടുത്തെ ഒരു കൊട്ടേഷൻ ടീമിൻ്റെ ഭാര്യയുടെ ദേഹത്ത് പിടിക്കുന്നത് ലുലു മോളിൽ വെച്ച്. ആ ക്യാമറയിൽ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് ഇവൻ പോയി അവരെ പിടിക്കുന്നത്. ഇവൻ അറിയത്തില്ലായിരുന്നു അവിടെ CCTV ഉള്ള കാര്യം. പിടിച്ചിട്ട് അത് കണ്ടു. ശരി, എല്ലാം പോട്ടങ്ങ് ക്ലിയർ. നിങ്ങൾ എല്ലാത്തിനും പോയാൽ പിന്നെ ഇറങ്ങണം. ഇത്രയും കാലം ചതിച്ചിട്ട് വീണ്ടും അവരെ വടി കൊണ്ട് കളഞ്ഞിട്ട് പോണം. എന്ത് പെങ്ങളെ 6 വർഷം സീരിയസ് ആയിട്ടാണ് സ്നേഹിച്ചത് നിന്നത് ആണോ? എന്തോ ഡേയ് നിനക്ക് എവരെ വേണം? എവരെ വേണോ ഇവളെ വേണോ? പറ, എനിക്ക് ഇവരെ വേണോ ഇവളെ വേണോ?
ഇത് രണ്ടും എൻ്റെ പെങ്ങന്മാരാണ്. രണ്ടുപേരിൽ ആരെ വേണം പറ? ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് വേറെ ആരെങ്കിലും വേണോന്ന് പറയുമായിരിക്കും. ഞാൻ പോവാം, വേണമെങ്കിൽ വാ. അണ്ണാ ശരി ശരി, വാ, വാ, പോ. നീ ഇങ്ങോട്ട് ഒരു മിനിറ്റ്. വാ, കടയിൽ പോവാം. ഞാൻ അതല്ലേ പറഞ്ഞു പബ്ലിക് പ്ലേസ് റിയാക്ട് ചെയ്തില്ലെന്ന്. A few minutes later. ചേച്ചി ഇനി കേസിനൊന്നും വേണ്ട കേട്ടോ. പിന്നെ ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ നമ്പർ ഇവിടെ കൊടുത്തല്ലേ? നമ്മുടെ ചേച്ചി മെയിൻ ഒരു കാര്യമുണ്ട്. ഇയാൾ അവിടെ നിൽക്കട്ടെ, ചേച്ചി ഇങ്ങോ. ഞങ്ങളെ ചേച്ചി വീട്ടിൽ വെറുതെ ഇരുന്ന ടൈമിലാണ് നമ്മുടെ കമ്പനിയുടെ മെയിൻ പരിപാടി എന്തെന്നറിയോ? നമ്മുടെ കമ്പനി ചെയ്യുന്നത് ഈ പ്രാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ KL പ്രാങ്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് ഷോ നടത്തുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇത് ഈ ഹോട്ടല് ഇതെല്ലാം കള്ളമായിരുന്നു. നമ്മളെ ഹോട്ടല് ഫുള്ള് സെറ്റ് ഇട്ടാണ് ചേച്ചി. ആദ്യം എനിക്ക് ഡൗട്ട് തോന്നി എനിക്ക്, എങ്കിലും പിന്നെ നിങ്ങളത് നമ്മളെ ഹോട്ടൽ സത്യം പറഞ്ഞ ചേച്ചി ഇപ്പൊ വീട്ടിലായിരുന്നെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്തേനെ? ഞാൻ നോക്കിണ്ടിരിക്കും. ഇത് ഒന്നില്ലെങ്കിൽ വേറെ എന്റെ അമ്മ ഇവരമ്മക്കുള്ളിൽ പറയുന്നു. എനിക്കെന്തറിയോ, പുള്ളിക്കാരൻ ഭയങ്കര ചിരിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയും ബാലൻസ് ചെയ്യണമല്ലോ. അതാണ് ഞാൻ ഈ കഞ്ചാവിന്റെ കേസൊക്കെ ഇട്ടത്. അതായത് ഞങ്ങളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതാണ് യൂട്യൂബിൽ, പ്രാങ്ക് ഷോസ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ചേച്ചിക്ക് നല്ല വിഷമവും ഫീലും ആയെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ എൻ്റെ മാനേജർ അസിസ്റ്റൻറ്റ് ടീമുകളൊക്കെയാണിത്. ഇതിൻ്റെ മെയിൻ ക്യാമറമാനും മെയിൻ ഒരാളുണ്ട്, അയാളുമായിട്ടാണ് കോൺടാക്ട് ചെയ്തിരുന്നത്. അവനിന്ന് രാവിലെ ഞങ്ങൾ വരുന്ന വഴിക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ ലേറ്റ് ആയത്. ഇത് സത്യം പറഞ്ഞാൽ 2 മണിക്ക് മുന്നേ ചെയ്തിരുന്നേനെ. ഇവിടെ 12 മണിക്ക് ചെയ്യാൻ വെച്ചിരുന്ന സാധനം അത്. 12 മണി തൊട്ട് 4 മണി വരെ ആയിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ആ പയ്യന് വയ്യാതായത് കൊണ്ടാണ് പറ്റിപ്പോയത്. വിഷമം തോന്നിയെങ്കിൽ സോറി കേട്ടോ. ഓക്കെ, വരെ നമ്മുടെ ശിവു ബ്രോ വൈഫ് പേരെന്തായിരുന്നു? സെജില ചേച്ചിയാണ് നമ്മളിന്ന് ചെയ്തത്. നമ്മളിത് ആക്ച്വലി ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ഇന്ന് ക്യാമറയിലൊക്കെ കുറച്ച് പോരായ്മകൾ വന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ കൂടെ ഉള്ള പയ്യന്മാരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് നിർത്തിയത്. നമ്മുടെ ആൽഫിൻ വരുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് അവന് വയ്യാതായി. അവൻ്റെ തലവേദനയും ഇതായിട്ട് ഇച്ചിരി പ്രശ്നം കാരണം അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ലൊക്കേഷൻ കാര്യം ഈ ലൊക്കേഷൻ ഇന്ന് സെറ്റ് ചെയ്തതാണ്. ഞങ്ങൾ നോർമലി ലൊക്കേഷൻ ചെയ്യുന്നത് പെർമിഷനൊക്കെ എഴുതി കൊടുത്ത് പഞ്ചായത്ത് ഓഫീസിൽ നമ്മൾ മേടിക്കുന്നതാണ്. ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാര്യം ആൽഫിൻ പെട്ടെന്ന് വയ്യാതെ ഇപ്പോൾ ആശുപത്രിയിൽ പോകേണ്ട കേസായി. അത് കാരണം ഞങ്ങൾ വളരെ ലേറ്റായിട്ട് വന്ന് വളരെ പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിന്ന് നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കരയിച്ച് അവരെ അങ്ങ് ഇല്ലാതാക്കുന്നതാണ്. വിഷമിച്ചിട്ടുണ്ട് ഉള്ളിൽ അത് മാത്രമല്ല. ഞാനിന്ന് അധികം ഒന്നും പറയാതിരുന്നറിയോ, സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറയും ഇങ്ങനെ എന്തിനാ ചെയ്യുന്ന ഒരാളെ കരയിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കത് നല്ലപോലെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ടൊന്നും നോർമലി ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇയാൾക്ക് വേറെ പെണ്ണുങ്ങളുണ്ട്, ഇവർക്ക് കൊച്ചുങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ. ഞാനത് പറയാതിരുന്നത് അതൊക്കെ കൊണ്ടാണ്. വിഷമം എനിക്ക് മനസ്സിലായി, ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും സോറി കേട്ടാ. അപ്പൊ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഇതുപോലെ വെറൈറ്റി പ്രാങ്ക്സ് ആയിട്ട് നമ്മൾ വരും. അതൊരു മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ കേട്ടോ. ബൈ ബൈ.